കൊല്ലത്ത് വൻ ലഹരിമരുന്ന് വേട്ട. കൊറിയർ വഴിയുള്ള ലഹരിമരുന്ന് കച്ചവടമാണ് പിടികൂടിയത്. കൊല്ലം ഓലയിൽക്കടവിലെ വീട്ടിൽ നിന്ന് തീവ്രത കൂടിയ പുതിയ ഇനം ലഹരിമരുന്നാണ് പിടികൂടിയതെന്ന് പോലീസ് പറയുന്നു. 2 പാക്കറ്റുകളിലായി ടാബ്ലറ്റ് രൂപത്തിലാണ് 100 ഗ്രാമിലധികം ലഹരി വസ്തുക്കൾ എത്തിച്ചത്. ഡാൻസ് ഓഫ് സംഘത്തിന് ലഭിച്ച രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന. വിവരങ്ങളുമായി എസ് വിനീഷ് ചേർന്നു. വിനീഷ്, ഇതൊരു പുതിയ ഇനം ലഹരിമരുന്നാണെന്നാണ് മനസ്സിലാക്കുന്നത്. അതേക്കുറിച്ച് പോലീസിന് വ്യക്തത വന്നിട്ടുണ്ടോ? എങ്ങനെയായിരുന്നു ഈ ലഹരി വസ്തുക്കൾ കൊറിയർ വഴി എത്തിച്ചിരുന്നത്? ടോം, നമുക്കറിയാം കൊല്ലം സിറ്റി പോലീസ് കമ്മീഷണറുടെ നിർദ്ദേശപ്രകാരം പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചാണ് ലഹരിക്കെതിരെയുള്ള വലിയ രീതിയിലുള്ള അന്വേഷണത്തിന് നേതൃത്വം നൽകുന്നത്. കഴിഞ്ഞ ദിവസം സമാനമായ രീതിയിൽ ഒരു പ്രതിയെ പിടികൂടിയിരുന്നു. ഇപ്പോൾ പുറത്തുവരുന്ന മറ്റൊരു വാർത്ത വളരെയധികം ഞെട്ടിക്കുന്നതാണ്. ടോം സൂചിപ്പിച്ചതുപോലെ തന്നെ മാരക ലഹരി മരുന്നായ MDMA ഒരു പുതിയ വെർഷൻ എന്ന് തന്നെ യുവാക്കളുടെ ഇടയിൽ പറയപ്പെടുന്ന ഗുളിക രൂപത്തിലുള്ള MDMA ആണ് ഇപ്പോൾ പിടികൂടിയിരിക്കുന്നത്. 100 ഗ്രാം MDMA ആണ് ഇപ്പോൾ പിടികൂടിയിരിക്കുന്നത്. 177 പൊതികളിലായിട്ടാണ് MDMA കണ്ടെത്തിയതെന്നാണ് പറയുന്നത്. നമുക്കിത് അറിയാൻ കഴിഞ്ഞ വിവരം ഇങ്ങനെയാണ് ടോം. ഇന്നൊരു 8:30 കൂടി പുലർച്ചെ 8:30 ഒരു വാഹനം എത്തിയിരുന്നു. ടൂറിസ്റ്റ് ബസ്സാണ്. ഇതിൽ ഈ ലഹരി കടത്തുമായി ബന്ധപ്പെട്ട് ഒരാൾ വരുന്നുണ്ട് എന്നുള്ളത് രഹസ്യ വിവരം ഡാൻസ് ഓഫ് ടീമിന് നേരത്തെ തന്നെ ലഭിച്ചിരുന്നു. കൊല്ലം സ്വദേശിയായ വിഷ്ണു എന്നാണ് അയാളുടെ പേര്. അങ്ങനെ പോലീസ് വാഹനം പരിശോധിച്ചു. അപ്പോൾ വാഹനത്തിലെ യാത്രക്കാരിൽ നിന്നും വിഷ്ണുവിനെ പിടികൂടുകയും ചെയ്തു. വിഷ്ണുവിന്റെ ബാഗും അതുപോലെ തന്നെ ശരീരവും പരിശോധിച്ചപ്പോൾ ലഹരി ഉൽപ്പന്നങ്ങളൊന്നും തന്നെ കണ്ടെത്താൻ സാധിച്ചില്ല. പക്ഷേ പോലീസ് വിശദമായി ചോദ്യം ചെയ്തപ്പോഴാണ് ഇതിന്റെ ലഹരിയുടെ ഒരു ഉറവിടത്തിലേക്ക് പോലീസിന് എത്താൻ സാധിച്ചത്. കൊല്ലം സ്വദേശിയായ പ്രണവ് എന്ന പേരുള്ള ഒരു യുവാവിന് ഈ ലഹരി മരുന്ന് എത്തിച്ചു നൽകി എന്നുള്ള ഒരു വെളിപ്പെടുത്തലുകൾ യുവാവിൽ നിന്നും ലഭ്യമായി. അങ്ങനെയാണ് പോലീസ് പ്രണവിന്റെ വീട്ടിൽ കൃത്യമായി പരിശോധന നടത്തുന്നത്. അപ്പോഴാണ് ഒരു കൊറിയറിൽ ലഹരി മരുന്ന് പിടികൂടിയിരിക്കുന്നത്. ഇത് അന്തർ സംസ്ഥാനത്ത് നിന്ന് വന്ന ഒരു കൊറിയറാണ്. ഈ കൊറിയർ പരിശോധിച്ചപ്പോഴാണ് ഇതിൽ കളിപ്പാട്ടത്തിനുള്ളിൽ ഒളിപ്പിച്ച നിലയിലാണ് 100 ഗ്രാം ഈ ഗുളിക രൂപത്തിലുള്ള MDMA പോലീസിനെ പിടികൂടാൻ സാധിച്ചത്. അപ്പോൾ ഇതിന്റെ ഉറവിടം തേടിയുള്ള അന്വേഷണത്തിലാണ് ഇപ്പോൾ ഇത് പ്രണവ് എന്ന പേരുള്ള ഒരു ഈ വിഷ്ണുവിന്റെ സഹപാഠിയും സുഹൃത്തുമായ പ്രണവിന്റെ പേരിലാണ് എത്തിയത്. പ്രണവ് വീട്ടിലില്ലായിരുന്നു. പ്രണവിന്റെ മുത്തശ്ശിയുടെ വീടാണ്. പ്രണവ് ആ വീട്ടിൽ നിന്നാണ് പഠിക്കുന്നതെന്നാണ് പോലീസിന് അറിയാൻ കഴിയുന്നത്. വിശദമായിട്ടുള്ള അന്വേഷണം നടന്നു വരുന്നുണ്ട്. പ്രണവ് കഴിഞ്ഞ ദിവസം മാതാപിതാക്കളോടൊപ്പം വിദേശത്തേക്ക് കടന്നു എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്ന ഏറ്റവും പുതിയ വിവരം. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു അന്വേഷണത്തിലാണ് പോലീസ്. ഇതിന്റെ ഉറവിടം തേടിയുള്ള അന്വേഷണത്തിലാണ്. ഇതിന്റെ സ്രോതസ് കണ്ടെത്താനുള്ള വലിയൊരു ശ്രമത്തിൽ തന്നെയാണ് പോലീസ് ഇപ്പോൾ ഉള്ളത്. എന്തായാലും ഇപ്പോൾ പിടിയിലായ ഈ വിഷ്ണുവിൽ നിന്നും നിർണായകമായിട്ടുള്ള വിവരങ്ങളാണ് പോലീസ്. ലഹരി വസ്തുക്കൾ ഏതാണെന്ന് വ്യക്തമായിട്ടുണ്ടോ? പ്രത്യേകിച്ചും മാരക ലഹരി വസ്തുക്കളാകാം. ഇത് എവിടെ നിന്നാണ് കൊണ്ടുവന്നത്? ഇതേക്കുറിച്ച് ഈ വിഷ്ണുവിന് വിവരമുണ്ടോ? അതോ പ്രണവിനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്താൽ മാത്രമേ വ്യക്തത വരികയുള്ളൂ? ഇത് വലിയൊരു ശൃംഖലയാണോ ഇതിന് പിന്നിലുള്ളത്? തീർച്ചയായും ടോം, അങ്ങനെ തന്നെ പറയാം. വലിയൊരു ശൃംഖല തന്നെയാണ്. നമുക്കറിയാം ഇത് കൈവശം വെച്ച് കൊണ്ടുവന്നു കഴിഞ്ഞാൽ പിടിക്കപ്പെടും എന്ന് അറിയാം. അങ്ങനെ ഒരു ബോധം ഉണ്ടായതുകൊണ്ടാവാം ഒരു പക്ഷേ ഇങ്ങനെ ഈ കൊറിയർ വഴി ഈ ഒരു ലഹരി അയച്ചു നൽകിയതെന്നതാണ് ഇപ്പോൾ പോലീസ് സംശയിക്കുന്നത്. ആരാണ് ഇത് അയച്ചു നൽകിയതെന്ന് അടക്കമുള്ളൊരു അന്വേഷണത്തിലേക്കാണ് ഇപ്പോൾ പോലീസ് നീങ്ങുന്നത്. ഗുളിക രൂപത്തിലുള്ള പുതിയ യുവാക്കളുടെ ഇടയിൽ പുതിയ തരംഗമായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു മയക്കുമരുന്നിന്റെ പുതിയ വെർഷൻ എന്നാണ് ഇത് വിശേഷിപ്പിക്കപ്പെടുന്നത്. അത്തരത്തിലുള്ള ഒരു ലഹരി ഉൽപ്പന്നമാണ് ഇപ്പോൾ പിടികൂടിയിരിക്കുന്നത്. ഗുളിക രൂപത്തിലാണ് ഇത്. 177 പാക്കറ്റുകളിലായിട്ടാണ് സൂക്ഷിച്ചിരിക്കുന്നത്. ഇത് ഒരു കളിപ്പാട്ടത്തിനുള്ളിൽ ഒളിപ്പിച്ച നിലയിലായിരുന്നു ലഹരി വസ്തുക്കൾ കടത്തിയിരുന്നതെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. പോലീസ് എത്തിയാണ് ഈ കൊറിയർ ഓപ്പൺ ചെയ്തത് പോലും. കാരണം കഴിഞ്ഞ ദിവസം പ്രണവാണ് ഈ കൊറിയർ വാങ്ങിയത്. വീട്ടിലെത്തിയ കൊറിയർ വാങ്ങിയിട്ട് മുത്തശ്ശിയോട് പറഞ്ഞു വിഷ്ണു വരുമ്പോൾ ഈ കൊറിയർ നൽകണം എന്ന് പറഞ്ഞിട്ടാണ് വിദേശത്തേക്ക് പോയതെന്നാണ് ഇപ്പോൾ മുത്തശ്ശിയിൽ നിന്നും പോലീസിന് വിവരം ലഭിച്ചത്, മൊഴി ലഭിച്ചത്. അങ്ങനെയാണ്. ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് വ്യക്തതകൾ വരാനുണ്ട് ടോം. പോലീസ് കൃത്യമായി അന്വേഷിക്കുന്നുണ്ട്.
ഇവർ മാത്രമാണോ ഇതിൻ്റെ പിന്നിൽ, മറ്റാരെങ്കിലും ഉണ്ടോ, അല്ലെങ്കിൽ ഇവർ ആർക്ക് കൊടുക്കാനാണ് ഇത് കൊണ്ടുവന്നതടക്കമുള്ള ഒരു അന്വേഷണത്തിലേക്ക് പോലീസ് നീങ്ങുന്നുണ്ട്. വലിയ രീതിയിലുള്ള ഒരു അന്വേഷണത്തിലേക്കാണ് പോലീസ് ഈ ലഹരിയുമായി ബന്ധപ്പെട്ട് ഡാൻസ് ഓഫ് ടീം കഴിഞ്ഞ ദിവസം തന്നെ നമുക്കറിയാം ചാത്തന്നൂർ സ്റ്റേഷൻ പരിധിയിൽ ഇതുപോലെ സമാനമായ രീതിയിൽ ഒരു പ്രതിയെ പിടികൂടിയിരുന്നു. അത് യുവാക്കൾക്ക് ലഹരി എത്തിച്ചു നൽകുന്ന പ്രധാനിയായിരുന്നു. അയാളുടെ കയ്യിൽ നിന്ന് 9 ഗ്രാം MDMA അടക്കമാണ് പോലീസ് പിടികൂടിയത്. ഇത്തരത്തിൽ വാർത്തകൾ ദിനംപ്രതി ജില്ലയിൽ വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യവും നിലനിൽക്കുന്നുണ്ട്. പോലീസ് അത്രത്തോളം കൃത്യമായി അന്വേഷണം നടക്കുന്നുണ്ട്. പോലീസ് എക്സൈസിന്റെ ഭാഗത്ത് ഇത്തരത്തിൽ സ്പെഷ്യൽ അന്വേഷണ സംഘങ്ങൾ രൂപീകരിച്ചിട്ടുള്ള അന്വേഷണം പഴുതടച്ചിട്ടുള്ള അന്വേഷണത്തിലേക്ക് തന്നെയാണ് നടക്കുന്നത്. ഇതിന്റെ നമ്മളിപ്പോൾ ഈ സമാനമായ രീതിയിൽ ഇപ്പോൾ നടന്ന ഈ ഒരു കേസുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണവും കൃത്യമായി നടക്കുന്നതായിട്ടാണ് അറിയുന്നത്. തന്നെയല്ല, ഈ അന്വേഷണത്തിന് ഇതിന്റെ MDMA ഉറവിടം തേടിയുള്ള അന്വേഷണത്തിൽ ചില രഹസ്യ സ്വഭാവങ്ങളുണ്ട്. അതുകൊണ്ട് പോലീസ് കൃത്യമായിട്ട് അന്വേഷിച്ച് വ്യക്തത വന്നെങ്കിൽ മാത്രമേ മാധ്യമങ്ങളോട് അത്തരം കാര്യങ്ങൾ പോലും വെളിപ്പെടുത്തുകയുള്ളൂ. എന്തായാലും കൂടുതൽ അറസ്റ്റ് ഉണ്ടാകും എന്ന് തന്നെയാണ് പോലീസ് ഇന്നും അറിയാൻ കഴിയുന്ന വിവരം. പക്ഷേ ഈ സംഭവത്തിലെ ഈ കേസിലെ പ്രധാനിയിലേക്ക് അന്വേഷണം എത്താൻ കഴിയുമോ? ഇയാൾ നാട് വിട്ടിരിക്കാം, സംസ്ഥാനം വിട്ടിരിക്കാമെന്ന് സൂചനയുണ്ട്. മറ്റു കുടുംബാംഗങ്ങളെ ചോദ്യം ചെയ്തിട്ടുണ്ടോ? പോലീസിൻ്റെ ഒരു നിഗമനത്തിൽ അല്ലെങ്കിൽ പോലീസിൻ്റെ അന്വേഷണത്തിൽ ഇതുമായി ബന്ധപ്പെട്ട എന്തൊക്കെ കാര്യങ്ങളാണ് കണ്ടെത്താൻ കഴിയുക? എത്ര നാളുകളായി ഇങ്ങനെ ഇവർ സംസ്ഥാനത്തേക്ക് ഈ കൊറിയർ വഴി ലഹരി എത്തിക്കുന്നുണ്ട്? ഇതുമായി ബന്ധപ്പെട്ട കൃത്യമായ സൂചന ലഭിച്ചിട്ടുണ്ടോ? ടോം, ഈ വിഷ്ണുവും പ്രണവും അടുത്ത സുഹൃത്തുക്കളാണ്. ഇരുവരും ഒരുമിച്ചാണ് എഞ്ചിനീയറിംഗ് പഠനം നടത്തുന്നത്. അപ്പോൾ ആ ഒരു സുഹൃത്ത് ബന്ധത്തിൽ മറ്റ് സുഹൃത്തുക്കളുമായിട്ടുള്ള ഒരു ഇടപഴകലിലൂടെയാണോ ഇത്തരം ഈ ഒരു MDMA കടത്ത് അടക്കമുള്ള ഈ ഒരു കാര്യങ്ങളിലേക്ക് നീങ്ങുന്നതടക്കം പോലീസ് അന്വേഷിക്കുന്നുണ്ട്. എന്തായാലും ഈ പ്രണവ് ഇപ്പോൾ നാട്ടിലില്ല, വിദേശ രാജ്യത്തേക്ക് പോയിരിക്കുകയാണ്. പ്രണവിനെ ഉടൻ തന്നെ നാട്ടിലേക്ക് എത്തിക്കാനുള്ള ഒരു ശ്രമത്തിലേക്കാണ് പോലീസ് ഉള്ളത്. എത്തിച്ചെങ്കിൽ മാത്രമേ കൂടുതൽ ചോദ്യം ചെയ്യലിലേക്കും കൂടുതൽ വ്യക്തത പോലീസിന് ചോദിച്ചറിയേണ്ടതായിട്ടുണ്ട് ഈ കാര്യത്തിൽ തന്നെ. വിഷ്ണു അതുപോലെ തന്നെ വിഷ്ണുവിന് എവിടെ നിന്നാണ് ഈ ഒരു ലഹരി ഉൽപ്പന്നങ്ങൾ എത്തിച്ചു നൽകുന്നത്, ഇതിന്റെ റാക്കറ്റ് എവിടെയാണെന്നടക്കം കൂടുതൽ വെളിപ്പെടുത്തലുകൾ, കൂടുതൽ അന്വേഷണത്തിലേക്ക് നീങ്ങേണ്ടതായിട്ടുണ്ട്. എന്തായാലും വലിയ രീതിയിൽ ഈ കൊറിയർ വഴി മയക്കുമരുന്നുകൾ കടത്തൽ എന്നുള്ള ഒരു സംഘത്തിലേക്ക് പോലീസ് എത്തുന്നു എന്നുള്ളതാണ് ഞെട്ടിക്കുന്ന ഒരു വാർത്ത തന്നെയാണ് ഇത്. നമുക്കറിയാം ഈ വാഹനങ്ങളിലൂടെ ലഹരി ഉൽപ്പന്നങ്ങൾ കൊണ്ടുവരുന്നത് പോലീസ് പിടികൂടുന്നുണ്ട്. അതുപോലെ തന്നെ അന്തർ സംസ്ഥാന വാഹനങ്ങൾ സർവീസ് നടത്തുന്ന ടൂറിസ്റ്റ് പോലെയുള്ള വാഹനങ്ങളിലൂടെ ലഹരി ഉൽപ്പന്നങ്ങൾ അതെല്ലാം പോലീസ് പിടികൂടുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ പിടിക്കപ്പെടാതിരിക്കാൻ വേണ്ടിയാണ് ഇത്തരത്തിലുള്ള ഒരു കൊറിയർ മാർഗം ഇവർ സ്വീകരിച്ചതെന്നാണ് തന്നെയാണ് പോലീസിൽ നിന്നും വ്യക്തമായി ലഭ്യമാകുന്നത്. പക്ഷേ ഇത് എത്രത്തോളം ഇനിയും കടത്തുന്നുണ്ടോ, അല്ലെങ്കിൽ എത്രത്തോളം ഇവർ കടത്തിയിട്ടുണ്ട് എന്നടക്കം, ആർക്കെല്ലാം നൽകിയിട്ടുണ്ട് എന്നടക്കമുള്ള ഒരു അന്വേഷണത്തിലേക്ക് പോലീസ് നീങ്ങേണ്ടതായിട്ടുണ്ട്. പ്രാഥമിക ഘട്ടം എന്നോണം ഈ കൊറിയർ വഴി ലഹരി ഉൽപ്പന്നം, ഈ മാരക ലഹരി ഉൽപ്പന്നം കണ്ടെത്തി തന്നെ ഞെട്ടിക്കുന്ന ഒരു വാർത്തയായി തന്നെ മാറിയിരിക്കുകയാണ്. ഇത് ഗുളിക രൂപത്തിലുള്ള MDMA പുതിയ വെർഷൻ ആണെന്ന് തന്നെയാണ് പോലീസിൽ നിന്നും അറിയാൻ കഴിയുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ അന്വേഷണത്തിലേക്കും കൂടുതൽ അറസ്റ്റിലേക്കും നീങ്ങാനുള്ള വലിയ സാധ്യതകൾ ഉണ്ട് കേട്ടോ നിലവിൽ. യെസ്, വ്യക്തമാണ്. എസ് വിനീഷാണ് കൊല്ലത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. എന്തായാലും അതീവ ഗൗരവത്തോടെ കാണേണ്ട ഒരു വിഷയമാണ്. MDMA പുതിയ രൂപത്തിൽ കേരളത്തിലേക്ക് എത്തിക്കുന്നു. അത് കൊറിയർ വഴിയാണ്. വലിയ ശൃംഖല അതിന് പിന്നിലുണ്ട്. മുഖ്യപ്രതികളെ കേന്ദ്രീകരിച്ചാണ് പോലീസിന്റെ അന്വേഷണം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.